സ്വർണ്ണക്കടത്ത് ദേശവിരുദ്ധ പ്രവർത്തനമാണെന്നും അതിൽ വിശ്വാസികൾ ഭാഗമാകരുത് എന്നും കാണിച്ചുകൊണ്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു മതവിധി പ്രസ്താവിക്കണം എന്നാണ് ഡോക്ടർ KT ജലീൽ MLA കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആ വിഷയത്തോട് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ MK മുനീർ പ്രതികരിക്കുകയാണ്. MLA ആ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇത് ഇപ്പോൾ കുറച്ച് കാലമായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടു നടന്ന് പ്രചരണത്തിന് ഉപയോഗിക്കുന്ന ഉച്ചഭാഷിണികളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ നറേറ്റീവാണ്. അപ്പോൾ പിണറായി വിജയൻ ഡൽഹിയിൽ നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൻ്റെ എക്സ്റ്റൻഷനാണിത്. കാരണം പിണറായി വിജയൻ മലപ്പുറം ജില്ല തീവ്രവാദ കേന്ദ്രമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ KT ജലീൽ ഒന്നുകൂടി കടന്നു പറയുന്നത് മലപ്പുറം ജില്ല തീവ്രവാദ കേന്ദ്രമാണ് എന്ന് മാത്രമല്ല, ദേശവിരുദ്ധമാണ് എന്ന് മാത്രമല്ല, അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മുസ്ലിങ്ങളാണ് എന്ന് പറയുന്ന ഒരു പുതിയ നറേറ്റീവ് കൊണ്ടുവരികയാണ്. അപ്പോൾ അവർ കൃത്യമായ അവരുടെ അജണ്ടയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് കോടാലിയായി പിണറായി വിജയൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമായി KT ജലീൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. ഇപ്പോൾ KT ജലീലിനൊരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ചാഞ്ചാട്ടത്തിൻ്റെ കാര്യത്തിൽ എന്തോ ഒരു തീർപ്പായിട്ടുണ്ട് എന്ന് ഈ പ്രസ്താവന ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത് തീർപ്പാകണമെങ്കിൽ ഒരു പടി മുന്നിൽ പോയി പാണക്കാട് സാദിഖ് അലി തങ്ങളെ പറയണം. അപ്പം പാണക്കാട് സാദിഖ് അലി മതവിധി പുറപ്പെടുവിക്കണം എന്ന് പറയുമ്പോൾ മറ്റൊന്നുകൂടി ഇതൊക്കെ ലീഗുകാരാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി അതിൽ വരുന്നുണ്ട്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ പാണക്കാട് തങ്ങളോ അല്ലെങ്കിൽ നേതാക്കന്മാരോ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ട് EDയുടെ മുന്നിൽ പോകേണ്ടി വന്നിട്ടില്ല. അപ്പോൾ EDയുടെ മുന്നിൽ സ്വർണ്ണക്കടത്തുമായി പോയത് ആരാണെന്ന് നമുക്കറിയാമല്ലോ. മലപ്പുറം ജില്ലയിൽ നിന്ന് പോകേണ്ടി വന്നിട്ടുള്ളത് ആരാണെന്നറിയാമല്ലോ. അതുകൊണ്ട് അങ്ങേരുടെ നേതാവാണ് ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ മുഴുവൻ ഇതിന്ന് പിന്തിരിയണം എന്നുള്ള പ്രസ്താവന കൊടുക്കേണ്ടത് പിണറായി വിജയനാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ തന്നെ കേരളത്തിൽ ഈ അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്നവർ തന്നെ മാറി നിന്നാൽ ഇവിടെ കള്ളക്കടത്ത് കുറയും എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ ഉച്ചഭാഷിണിയായി സംസാരിക്കുന്ന KT ജലീലിനോട് പറയാനുള്ളത്. ഒരു സമുദായത്തെ മുഴുവൻ ഇതിൽ ഒരു കളങ്കിതരാക്കി മാറ്റുന്നു എന്നുള്ള ഒരു തോന്നൽ വരുന്നില്ലേ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇത് പിണറായി വിജയൻ്റെ ഉള്ളിലുള്ള അജണ്ടയാണത്. അപ്പം പിണറായി വിജയൻ തുടക്കം കുറിച്ച് കഴിഞ്ഞു. മലപ്പുറം ജില്ലയിലാണ് ഈ ഭീകരപ്രവർത്തനവും അതുപോലെ തന്നെ ദേശവിരുദ്ധമായിട്ടുള്ള ആൻറ്റി നാഷണലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പിണറായി വിജയൻ തുടക്കം ഇട്ട് കഴിഞ്ഞു. അപ്പോൾ അത് പൂർത്തീകരിക്കേണ്ട ചുമതലയാണ് KT ജലീലിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതാണ് അവർ തമ്മിലുള്ള കോംപ്രമൈസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മുസ്ലിങ്ങളാണ് എന്നും അത് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെന്നും ഒക്കെ വരുത്തി തീർക്കാനുള്ള പുതിയ നറേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ്. ഇതിവിടെ ഒന്നുമല്ല, എല്ലാ സ്ഥലത്തും ലീഗാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു കിണഞ്ഞ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും വിലപ്പോവില്ല. കാരണം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടാണ്. പഴയ കേസുകൾ പലതും നമുക്കറിയാം. തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ തിരുവനന്തപുരം എയർപോർട്ടിൽ, ഇപ്പോൾ കരിപ്പൂരിനെ പറ്റി പറയുമ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിലാണ് ശരിക്കും ഡിപ്ലോമാറ്റിക് റൂട്ടിലൂടെ സ്വർണം കടത്തുകയും അതുപോലെ തന്നെ ഡോളർ കടത്തുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും അതിനെ മറച്ചു വെച്ചുകൊണ്ട് ഇതിനെ മുഴുവൻ അതിൻ്റെ കോൺസെൻട്രേഷനും മറ്റൊന്നിലേക്ക് വഴി തിരിച്ചുവിടാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടേ ഇതിനെ ഞങ്ങൾ കാണുന്നുള്ളൂ. അപ്പം ഇതിൽ മനസ്സിലാകുന്നത് ഞാൻ PV അൻവറിൻ്റെ കൂടെയല്ല എന്നൊരു പ്രഖ്യാപനം നടത്തണം എന്നാൽ അത് കടന്ന് നടത്തണമെന്നും എന്നുള്ളൊരു നിർദ്ദേശം മുകളിൽ നിന്ന് വന്നിട്ടുണ്ടാകണം എന്നുള്ളത് ഒന്ന്. പിന്നെ ഇവരുടെ ഒന്നും സേവയിലല്ലോ ഞങ്ങളുടെ പാർട്ടി അവിടെ പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടി എന്താണ് എന്നുള്ളത്, ഇത് പണ്ട് EMSൻ്റെ കാലഘട്ടത്തിൽ ബാഫക്കി തങ്ങളുടെ പേരിൽ ഇതേപോലത്തെ ആരോപണങ്ങൾ ഉന്നയിച്ചു. എൻ്റെ പിതാവിൻ്റെ പേരിൽ ഉന്നയിച്ചു. അന്ന് പിതാവ് നല്ല രീതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കള്ളക്കടത്ത് നടത്തുന്നവരല്ല, ഞങ്ങൾ നേരെ കടത്തുന്നവരാണ്.
PV അൻവറിൻ്റെ പുതിയ ഈ കൂട്ടായ്മ രൂപീകരണവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് MLA നോക്കിക്കാണുന്നത്? പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യമല്ലേ, അദ്ദേഹം ഉണ്ടാക്കട്ടെ. പ്രേം നസീർ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ പിതാവ് അതിന് നൽകിയൊരു മറുപടിയുണ്ട്. ശേഷം സ്ക്രീനിൽ ഏതായാലും അൻവറിൻ്റെ രാഷ്ട്രീയ കൂട്ടായ്മ രൂപീകരിക്കട്ടെ, തുടർന്നുള്ള കാര്യങ്ങൾ പിന്നീട് പ്രതികരിക്കാമെന്നാണ് ഡോക്ടർ MK മുനീർ വ്യക്തമാക്കുന്നത്. കോഴിക്കോട് നിന്ന് വൈശാഖിനൊപ്പം സമീർ സി മുഹമ്മദ്, 24.